ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 2-ാം ദിവസം. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാകുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: ദൈവത്തിൻ്റെ ഛായയും മുദ്രയും എന്നിൽ പതിഞ്ഞിരിക്കൊണ്ട് യജമാനായ അയാൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ സേവനം ചെയ്യുവാൻ എനിക്ക് കടമയുണ്ടായിരിക്കുന്നു. സ്വർഗീയ കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം അവസാനിക്കും, സ്നേഹിതന്മാർ ഉപേക്ഷിക്കും, ആത്മാവാകട്ടെ എന്നേക്കും ജീവിക്കാനുള്ളതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാവാപുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക സർവേശ്വര, എൻ്റെ സൃഷ്ടാവും രക്ഷകനും എന്നെ ശുദ്ധമാക്കുന്നവനും നിങ്ങളാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇല്ലായ്മയുടെ പാതാളത്തിൽ നിന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ മേൽ അങ്ങ് ചൊരിയുന്ന അളവറ്റ അനുഗ്രഹങ്ങൾക്കായി അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പൂർണ്ണഹൃദയത്തോടുകൂടി അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പുരാതന വസ്തുവായ സർവേശ്വര, നീചപൊടിയും ചാമ്പലുമായ അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്താകുന്നു? ഈ നീചനിൽ എന്ത് നന്മ നീ കണ്ടെത്തി? സ്തുതിയും മഹത്വവും ഇവനെ നീ ധരിപ്പിച്ചു. ഹീനനെ എച്ചിൽ നിന്നുയർത്തി പ്രഭുക്കളോടുകൂടി നീ ഇരുത്തി. പക്ഷികളെയും മൃഗങ്ങളെയും സകല സൃഷ്ടികളെയും അവൻ്റെ പാദത്തിന് കീഴിൽ നീയാക്കി. മാത്രമല്ല, അവനെ സ്വർഗത്തിന് അവകാശിയും നിന്റെ ദത്തപുത്രനാക്കി തീർത്തു. അതെ, ഞാൻ നിന്റെ പുത്രനും നീ എൻ്റെ പിതാവുമാകുന്നു. പിതാവെന്ന ഇമ്പമേറിയ നാമത്തിൽ അങ്ങയെ വിളിക്കുന്ന ബലഹീനമായ കുഞ്ഞിനെ എപ്പോഴും നീ കൈക്കൊള്ളണമേ. നിന്റെ പുത്രൻ എന്നുള്ള സ്ഥാനത്തിന് ചേരാത്തതായ ഒന്നും വിചാരിപ്പാൻ പോലും എനിക്ക് അനുവദിക്കരുത്. അങ്ങേ ഛായ സൃഷ്ടിച്ച് എന്നെ സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിലതീരാത്ത മാണിക്യമായ എൻ്റെ ആത്മാവിനെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഒരു യാത്രക്കാരനെ പോലെയും കറകൂടാതെയും ജീവിച്ച് എൻ്റെ നിത്യഭവനമായ സ്വർഗത്തിൽ വന്നു ചേർന്ന് അങ്ങേക്ക് സ്തോത്രം പാടുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എനിക്ക് ധാരാളമായി തന്നിടണമെന്ന് അനുഗ്രഹത്തിന് ദാതാവായ റുഹദ ഖുദാശയെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: എല്ലാം നഷ്ടമായാലും ആത്മാവിനെ രക്ഷിക്കണമെന്നോർത്ത് മേലാൾ ജീവിച്ചു കൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.